സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനം ഒരു ക്യുക്ക് റിവിഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത്? അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അൽ ഇസ്ലാം മാസികയുടെ പേര് അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത്? അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നുകൂടി നോക്കാം. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. ഇത് സ്ഥാപിച്ചത് ആരാണ്? പി കെ ഭാവ അല്ലെങ്കിൽ വാടപ്പുറം ഭാവ. പി കെ ഭാവയാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്. പി കെ ഭാവ അല്ലെങ്കിൽ വാടപ്പുറം ഭാവ. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥൻ. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത്. അയ്യത്താൻ ഗോപാലൻ. SNDP സ്ഥാപിതമായ വർഷം? SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം 1903 മെയ് 15-നാണ്. 1903 മെയ് 15-നാണ് SNDP സ്ഥാപിതമായത്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 മെയ് 15. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആരാണ്? SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് ആരാണ്? SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ്. കുമാരനാശാനായിരുന്നു SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി. SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു ആണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് കുമാരനാശാനാണ്. SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ പൽപു. SNDPയുടെ മുഖപത്രം? SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? വിവേകോദയത്തിന്റെ ആദ്യത്തെ പത്രാധിപർ M. ഗോവിന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം? SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. അടുത്ത ചോദ്യം, നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1914 ഒക്ടോബർ 31-നാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത്. 1914 ഒക്ടോബർ 31-നാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണ്. കോട്ടയം ജില്ലയിലെ പെരുന്നയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ്? NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? K. കേളപ്പനായിരുന്നു NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ്.
NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു NSSന്റെ ആദ്യത്തെ സെക്രട്ടറി. NSSന്റെ മുഖപത്രം സർവീസ്. NSSന്റെ മുഖപത്രമാണ് സർവീസ്. സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ്? സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? കറുകച്ചാലാണ്. കറുകച്ചാൽ. NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാൽ. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായത്. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് KK അളപ്പനാണ്. KK അളപ്പൻ. ഒന്നുകൂടി നോക്കാം. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ 31. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ പെരുന്ന. നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് KK അളപ്പനാണ്. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ മുഖപത്രമാണ് സർവീസ്. സർവീസ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കറുകച്ചാലിൽ നിന്നുമാണ്. NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ കറുകച്ചാലാണ്. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് KK അളപ്പനാണ്. അടുത്ത ചോദ്യം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. സാധുജന പരിപാലനത്തിന്റെ മുഖപത്രം. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ്? സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ്. ചങ്ങനാശ്ശേരി. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറിയ വർഷം. പുലയ മഹാസഭയായിട്ട് മാറിയത് സാധുജന പരിപാലന സംഘമാണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറിയത് 1938. 1938. ഒന്നുകൂടി നോക്കാം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറിയ വർഷം 1938. അടുത്ത ചോദ്യം. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടന. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മഠം. ബ്രഹ്മനിഷ്ഠ മഠം. ആരൊക്കെ ചേർന്നാണ്? അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മഠം. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിത ഏതാണ്? ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി എന്തിന്റെ ആശയങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്? ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ചാണ് സ്വതന്ത്ര ചിന്താമണി എന്ന കവിത വിവരിക്കുന്നത്. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവാണ് വാഗ്ഭടാനന്ദൻ. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അഭിനവ കേരളം എന്തിന്റെ മുഖപത്രമാണ്? ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരിക. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് അഭിനവ കേരളം. അഭിനവ കേരളം പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട് നിന്നുമാണ്. വർഷം 1921. അഭിനവ കേരളം എന്തിന്റെ മുഖപത്രമാണ്? ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ്. അടുത്ത ചോദ്യം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS അതിന്റെ മുഖപത്രം. PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ
PRDSന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതൊക്കെയാണ്? യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയവും യോഗക്ഷേമം എന്നതും. മംഗളോദയം, യോഗക്ഷേമം എന്നിവ യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ്. അടുത്ത ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1836. 1836 വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. വർഷം 1836. 1970 കേരള പുലയ മഹാസഭയുടെ KPMSന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് PK ചാത്തൻ മാസ്റ്ററാണ്. KPMS അല്ലെങ്കിൽ കേരള പുലയ മഹാസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതാരാണ്? PK ചാത്തൻ മാസ്റ്ററാണ്. PK ചാത്തൻ മാസ്റ്റർ. KPMSന്റെ മുഖപത്രം നയലഭം. നയലഭം. KPSന്റെ മുഖപത്രത്തിന്റെ പേരാണ് നയലഭം. നയലഭം എന്നത് ഏതിന്റെ മുഖപത്രമാണ്? KPMS അല്ലെങ്കിൽ കേരള പുലയ മഹാസഭയുടെ മുഖപത്രമാണ് നയലഭം എന്നത്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. പാമ്പാടി ജോൺ ജോസഫാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത്. പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. പാമ്പാടി ജോൺ ജോസഫ്. അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചത് ആരാണ്? അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. വേലുക്കുട്ടി അരയൻ. അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനും അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനുമാണ്. ഈഴവ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഈഴവ സമാജം TK മാധവനാണ്. TK മാധവനാണ് ഈഴവ സമാജം സ്ഥാപിച്ചത്. TK മാധവൻ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപു ആണ്. ഈഴവ സമാജം സ്ഥാപിച്ചത് TK മാധവൻ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു. ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം. ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം 1896 ആണ്. 1896 ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം. ഈഴവ മഹാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഈഴവ മഹാസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ്. ഈഴവ മഹാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്
ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആരൊക്കെ ചേർന്നാണ് സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും. പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏതാണ്? ഹിന്ദു മഹാമണ്ഡലമാണ്. ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്നാണ് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്. അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം. അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവിക സംഘം. ദേശസേവിക സംഘം ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്? അക്കാമ ചെറിയാൻ. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരായിരുന്നു? ആര്യ പള്ളം. സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. 1917 സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. സഹോദര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സഹോദര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണമായിരുന്നു. ജാതി നശീകരണമായിരുന്നു സഹോദര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. വർഷം 1917. സഹോദര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നത് ജാതി നശീകരണമാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്